നമസ്കാരം സുഹൃത്തുക്കളെ, വിഷുമായ സമയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ചിങ്ങമാസത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ നാളുകളിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് അല്ലേ? ഇന്ന് ചിങ്ങം 1. ചിങ്ങമാസത്തിലെ ചോതി നക്ഷത്രം മുതൽ തിരുവോണം വരെയുള്ള ഈ പ്രത്യേക ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ആത്മീയ വഴിപാട് നടത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ വിചാരിക്കാത്ത മാറ്റങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അതാണ് പച്ചക്കർപ്പൂര വിളക്ക്. നിങ്ങളുടെ മനസ്സിൽ വർഷങ്ങളായി നടക്കാതെ കിടക്കുന്ന വലിയ ആഗ്രഹങ്ങളൊക്കെ നടക്കുവാനും വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സമ്പത്ത് വർദ്ധിക്കുവാനും ഐശ്വര്യം വന്നു ചേരാനും ഈ പച്ചക്കർപ്പൂര വിളക്ക് തെളിയിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ കൂട്ടുകാരെ. സുഹൃത്തുക്കളെ, ഓണത്തിനോടനുബന്ധിച്ച് വരുന്ന ഈ ദിവസങ്ങളിൽ പ്രപഞ്ചത്തിന് വലിയൊരു പോസിറ്റീവ് ഊർജമുണ്ട്. ചോതി നക്ഷത്രം മുതൽ തിരുവോണം വരെയുള്ള നാളുകൾക്ക് ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹവും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത്. ഈ കാലയളവിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ സൽക്കർമ്മങ്ങൾ പോലും 100 മേനി ഫലം ലഭിക്കുന്നതായിരിക്കും. ജ്യോതിഷപ്രകാരം നെഗറ്റീവ് ഊർജത്തെയും ദൃഷ്ടിദോഷങ്ങളേക്ക് അകറ്റി നിർത്താൻ ഏറ്റവും അനുയോജ്യമായ സമയമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ പച്ചക്കർപ്പൂര വിളക്ക് തെളിയിക്കണം എന്നാണ് പറയുന്നത്. പലരും പറയാറുണ്ട്, സാധാരണ കർപ്പൂരവും പച്ചക്കർപ്പൂരവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന്. സാധാരണ കർപ്പൂരം നമ്മൾ ആരതി ഒഴിയാൻ ഉപയോഗിക്കുമ്പോൾ പച്ചക്കർപ്പൂരം ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും സമ്പത്തിനെ ആകർഷിക്കാൻ കഴിവുള്ളതുമായ ഒന്നാണ്. ഇതിൻ്റെ സുഗന്ധം വീട്ടിലെ നെഗറ്റീവ് എനർജിയെയും വാസ്തുദോഷങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്നതാണ്. പച്ചക്കർപ്പൂരം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. ഇത് പ്രപഞ്ചത്തിലെ പോസിറ്റീവ് തരംഗങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് വേഗത്തിൽ വലിച്ചെടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പച്ചക്കർപ്പൂര വിളക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അല്ലേ? ആദ്യം വൃത്തിയുള്ള ഒരു നിലവിളക്കോ അല്ലെങ്കിൽ മൺവിളക്കോ ഇതിനായി നമുക്ക് എടുക്കാവുന്നതാണ്. മൺവിളക്കാണെങ്കിൽ പുതിയത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിളക്കിൽ ശുദ്ധമായ നല്ലെണ്ണയോ അല്ലെങ്കിൽ പശുവിൻ്റെ നെയ്യോ ഒഴിക്കുക. ഇതിലേക്ക് 2-3 തരി പച്ചക്കർപ്പൂരം ചെറുതായി പൊടിച്ച് അതിലേക്ക് ചേർക്കുക. എണ്ണയിലോ നെയ്യിലോ ഇത് നന്നായി ലയിക്കണം. അതിനുശേഷം സാധാരണ നമ്മൾ തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നത് പോലെ കൊളുത്താവുന്നതാണ്. വിളക്ക് കത്തുമ്പോൾ പച്ചക്കർപ്പൂരത്തിൻ്റെ ദിവ്യമായ സുഗന്ധം നമ്മുടെ വീട് മുഴുവൻ പടരുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ മനസ്സിനെയും വീടിനും ഒരുപോലെ ഉണർവ് നൽകുന്നതായിരിക്കും. ചിങ്ങത്തിലെ ചോതി നക്ഷത്രം വരുന്ന ദിവസം മുതൽ തിരുവോണം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരം ഈ വിളക്ക് തെളിയിക്കാവുന്നതാണ്. സന്ധ്യാസമയത്ത് തെളിയിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദം എന്നാണ് പറയുന്നത്. വിളക്ക് കൊളുത്തിയതിന് ശേഷം അതിൽ മുന്നിലിരുന്ന് ലക്ഷ്മിയുടെ അഷ്ടോത്തര നാമാവലിയോ വിഷ്ണു സഹസ്രനാമമോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ലളിതമായ ഭഗവത് മന്ത്രങ്ങളൊക്കെ ജപിക്കാവുന്നതാണ്. നിങ്ങളുടെ വലിയൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് അത് സാധിച്ചു തരണേ എന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. കടബാധ്യതകൾ മാറാനും തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ ഈ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. തീർച്ചയായും ഈ ചിങ്ങമാസത്തിലെ ചോതി മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങൾ ശുദ്ധിയോടുകൂടിയും പൂർണ്ണമായ ഭക്തിയോടുകൂടും കൂടി നിങ്ങളുടെ വീടുകളിൽ ഈ പച്ചക്കർപ്പൂര വിളക്ക് തെളിയിക്കൂ. മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം അനുഭവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുതേ.
ഇതുപോലെയുള്ള ആത്മീയമായ അറിവുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഓണനാളുകൾ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.